Okay, good morning. Good morning, ma'am. Okay. Good morning. Okay, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ട്ടാ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ എന്താ തുടങ്ങിയത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെ? പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങളത് വായിച്ചു നോക്കിയോ? എടുത്ത വരെ വായിച്ചു നോക്കിയായിരുന്നോ? നമ്മള് എടുത്തത് വരെ നോക്കിയില്ലേ? നോക്കിയില്ലേ? അതില് ഡൗട്ട്സ് ഒന്നും തോന്നിയില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഞാനൊന്ന് ഓൺ മ്യൂട്ട് കൊടുക്കണം കേട്ടോ. നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് തുടങ്ങിയത്. അപ്പൊ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എന്ന വാക്ക് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. അതിന് 3 മീനിങ്ങുകളുണ്ട്. ആ മീനിങ്ങുകൾ നമ്മൾ കണ്ടിരുന്നു. സുഖാണ്, കുഴപ്പമില്ല. അതിന് സുഖമായിട്ടിരിക്കുന്നു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ പോകുന്നു. ആസ് യൂഷ്വൽ, സാധാരണ പോലെ പോകുന്നു, പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ ഓക്കെ. പിന്നെ നിങ്ങളുടെ എന്തായി? ക്രിസ്മസിന്റെ നോമ്പൊക്കെ തുടങ്ങിയോ? നിങ്ങക്ക് ക്രിസ്മസിന്റെ നോമ്പൊക്കെ തുടങ്ങിയോ? നിങ്ങക്ക് തുടങ്ങിയിട്ടുണ്ടാവണല്ലോ. ഓക്കെ. ഇല്ല, അല്ല, നോമ്പ് തുടങ്ങിയിട്ടുണ്ടാവില്ല. ചിലര് നോമ്പ് എടുക്കുന്നവരുണ്ടാവും അല്ലെ? ഓക്കെ. ശരി. അപ്പൊ ഇനിയിപ്പോ അടുത്തത് നമ്മുടെ ആഘോഷം ക്രിസ്മസ് ആണ്. അപ്പൊ ഇനിയിപ്പോ അതിന്റെ ഒരു സെലിബ്രേഷൻ മോഡിലേക്ക് നമ്മള് അടുത്തോണ്ടിരിക്കുകയാണ് അല്ലെ? ഓക്കെ, ശരി. പിന്നെ ന്യൂ ഇയർ അല്ലെ, പുതിയൊരു വർഷം. അങ്ങനെ ഓക്കെ. അപ്പൊ നമുക്ക് 25 നോമ്പ് എടുക്കാറില്ല. ഓക്കെ. അല്ല, അതിന് മുമ്പ് എടുക്കുമല്ലോ. അതിന് മുമ്പ് നോമ്പ് എടുക്കൂല, അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മള് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമ്മള് അഡ്മിനിസ്ട്രേഷൻ എന്ന അവിടെയുണ്ട് സെലിബ്രേഷൻ. ഉണ്ട് സെലിബ്രേഷൻ ഉണ്ട്. എന്താണ് ഡേറ്റ് അറിയില്ല, ഡേറ്റ് കൺഫേം ആയിട്ടില്ല. സെലിബ്രേഷൻ ഉണ്ടാവും. ഓണത്തിന് ഉണ്ടായിരുന്നു, അതുപോലെ ക്രിസ്മസിനും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് നോക്കാം. ഉണ്ട്. ഞങ്ങളെ വിളിക്കില്ലേ? ഞങ്ങൾക്ക് വരാൻ പറ്റുമോ? അറിയില്ല, അങ്ങനെ തോന്നണില്ല. കാര്യം ഇത് നമ്മുടെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണല്ലോ. ഓഫ്ലൈൻ ആയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. എനിക്ക് അതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. അങ്ങനെ ശരിയാണ്. നിങ്ങളും കൂടെ ഉൾപ്പെടാണെങ്കിൽ നല്ലതായിരുന്നു. നമുക്കും ഒരു സന്തോഷമായേനെ. പക്ഷെ അതിനുള്ള സാഹചര്യമൊന്നും തോന്നുന്നില്ല എനിക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലോട്ട് വരാം കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ തുടങ്ങി. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന വാക്കിന്റെ ഒറിജിനേഷൻ എവിടെ നിന്നാണ് നമ്മൾ കണ്ടു അല്ലെ? അതായത് ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന്റെ മീനിങ്ങുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ അഡ്മിനിസ്ട്രേഷന്റെ 2 ഡെഫിനിഷൻസ് അല്ലെ? ഹെർബർട്ട് എ സൈമന്റെ ഡെഫിനേഷനും ലൂതർ ക്രുലിക്കിന്റെ ഡെഫിനേഷനും നമ്മൾ കണ്ടു. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത് അഡ്മിനിസ്ട്രേഷന്റെ എലമെന്റ്സ് എന്തൊക്കെയാണ് എലമെന്റ്സ് നമ്മൾ ഒരു ചുരുക്കപ്പേരിലാണ് പഠിച്ചത് അല്ലെ? പോസ്റ്റ് കോർപ്പ് എന്ന് പറഞ്ഞിട്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് പ്രത്യേകം തന്നെ പഠിക്കണം. പി പ്ലാനിങ് ആണ്, ഒ ഓർഗനൈസിങ് ആണ്, എസ് എന്ന് പറയുന്നത് സ്റ്റാഫിംഗ് ആണ്, ഡി എന്ന് പറയുന്നത് ഡയറക്റ്റിംഗ് ആണ്, CO എന്ന് പറയുന്നത് കോർഡിനേറ്റിംഗ്, R ഫോർ റിപ്പോർട്ടിംഗ് ആൻഡ് B ഫോർ ബഡ്ജറ്റിംഗ്. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അപ്പൊ അതില് കോർഡിനേഷൻ എന്താണ്, പ്ലാനിങ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് തിങ്കിങ് ആണെന്നും, ഓർഗനൈസിംഗ് എന്ന് പറയുമ്പോൾ ആ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് എല്ലാ റിസോഴ്സസും നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. സ്റ്റാഫിംഗ് ആവുമ്പോൾ ഇത് ആവശ്യമായിട്ടുള്ള തൊഴിലാളികളെ അല്ല ജീവനക്കാരെ, ആപ്റ്റ് ആയിട്ടുള്ള ജീവനക്കാരെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അവരെ ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവര് കൃത്യമായിട്ട് അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഡയറക്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കോർഡിനേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യണം? ഡയറക്റ്റ് ചെയ്താൽ മാത്രം പോരാ അല്ലെ? ഇവരെല്ലാവരും നല്ല സഹകരണത്തോടുകൂടി കോർഡിനേറ്റ് ചെയ്ത് വേണം മുന്നിലേക്ക് പോകാനായിട്ട്.
റിപ്പോർട്ടിംഗ് നമ്മൾ പറഞ്ഞല്ലോ, ഈ റിപ്പോർട്ടുകളിലൂടെയാണ് ആ ഒരു ഓർഗനൈസേഷനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ആർക്കും നമ്മൾ കൊടുക്കുന്നത്, മാനേജ്മെന്റിന്റെ മുമ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ മാനേജ്മെന്റിന് ആ റിപ്പോർട്ട് നോക്കുമ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അനലൈസ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. പിന്നെ എല്ലാത്തിനേക്കാളും ഉപരി ഒരു സാമ്പത്തിക അടിത്തറ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് ബഡ്ജറ്റിങ്ങിനകത്തോട്ട് വരുന്നത്. ഓക്കെ, അത്രയും. ഇനി അടുത്ത ഭാഗം കേട്ടോ. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോവാണ്. നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ കോഴ്സാണ് അല്ലെ, അഡ്മിനിസ്ട്രേറ്റർമാരാവാനുള്ള ആളുകളാണ് നിങ്ങൾ. അപ്പോ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് എന്തൊക്കെയാണ്? ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്തൊക്കെ റോളുകളാണ് നമുക്ക് അവിടെ ചെയ്യാനായിട്ടുള്ളത്? എന്തൊക്കെ റോളുകളിലാണ് നമ്മൾ തുടങ്ങേണ്ടത്? നിങ്ങള് എന്നുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് എന്തൊക്കെ റോൾസ് ആണ്? പ്രധാനമായിട്ടും 3 തരത്തിലാണ് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒന്നാമത്തത് ഇന്റർപേഴ്സണൽ റോൾസ് ആണ്. ഫസ്റ്റ് എന്താണ്? ഇന്റർപേഴ്സണൽ റോൾസ് ആണ്. രണ്ടാമത്തത് ഇൻഫർമേഷണൽ റോൾസ്. മൂന്നാമത്തത് ഡിസിഷണൽ റോൾസ്. മനസ്സിലായോ? ഇതൊക്കെയാണ് 3 റോൾ എന്ന് പറയുന്നത്. ഇന്റർപേഴ്സണൽ റോൾസ്, ഇൻഫർമേഷണൽ റോൾസ്, പിന്നെന്താണ്? ഡിസിഷണൽ റോൾസ്. അങ്ങനെ 3 റോളുകളിലാണ് എന്ത് വരുന്നത്? അഡ്മിനിസ്ട്രേറ്റർമാർക്ക് വഹിക്കേണ്ട റോളുകളാണ് ഈ പറയുന്നത്. അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് വൺ എന്താണ്? ഇന്റർപേഴ്സണൽ റോൾസ്. അപ്പൊ നമ്മൾ മെഡിക്കൽ ടെർമിനോളജി പഠിച്ചപ്പോ ഇന്ററും ഇൻട്രായും തമ്മിലുള്ള വ്യത്യാസമൊക്കെ അന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇൻട്ര എന്ന് കേൾക്കുമ്പോ, ഏതൊരു വാക്കിന്റെ കൂടെ ഇൻട്ര എന്ന് കേൾക്കുമ്പോ വിത്ത് ഇൻഡ എന്നാണ് കേട്ടോ. വിത്ത് ഇൻഡ നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളത് എന്നുള്ള അർത്ഥത്തിൽ എടുക്കണം. ഇന്റർ എന്ന് പറയുമ്പോഴാണ് എന്ത്? 2 ഡിഫറെന്റ് പേഴ്സൺസ് തമ്മിലുള്ള ആ ഒരു കാര്യങ്ങളാണ് ഇന്റർ എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ററാക്ഷൻ അല്ലെ, അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ 2 വ്യത്യസ്ത ആയിട്ടുള്ള ആളുകളുമായിട്ട്, അതായത് മറ്റുള്ളവരുമായിട്ടുള്ള ഒരു സമ്പർക്കത്തിൽ വരുന്ന സംഭവമാണ്. അപ്പൊ അത് തന്നെയാണ് അവിടെ വരുന്നത്. ഇന്റർപേഴ്സണൽ റോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോ മറ്റുള്ളവരുമായിട്ട് ഉള്ള ഇടപാടുകളില് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു ബന്ധത്തിന് ഒരു വ്യക്തി വഹിക്കേണ്ട റോളുകളാണ് എന്തുദ്ദേശിക്കുന്നത്? ഇന്റർപേഴ്സണൽ റോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞ് മനസ്സിലായോ? മറ്റുള്ളവരുമായിട്ട്, ഡിഫറെന്റ് ആളുകളുമായിട്ട്, മറ്റുള്ളവരുമായിട്ടുള്ള ഇടപാടുകളിലും ബന്ധങ്ങളിലും ഒരു വ്യക്തി സൂക്ഷിക്കേണ്ട വിവിധ റോളുകളാണ് ഇന്റർപേഴ്സണൽ റോൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങളൊരു അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക റോള് വഹിക്കേണ്ടതായിട്ട് വരും. ഒത്തിരി മറ്റുള്ളവരുമായിട്ട് നമുക്ക് ഇടപെടേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുമായിട്ട് നമുക്ക് ബന്ധപ്പെടേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾ വഹിക്കേണ്ട ചില റോളുകളാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? ഒന്നാമത്തതാണ് ഫിഗർ ഹെഡ്. അപ്പൊ ഇന്റർപേഴ്സണൽ റോളിനകത്ത് വരുന്ന റോളുകളാണ് എന്ത്? ഫിഗർ ഹെഡ് റോള്. ഫിഗർ ഹെഡ് എന്ന് പറയുമ്പോൾ എന്താ? പേര് തന്നെ ഉണ്ടല്ലോ, ഹെഡാണ്, ഹെഡിന്റെ റോളാണ് അല്ലെ. ഫിഗർ ഹെഡ് എന്ന് പറയുമ്പോൾ ആ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട്, ഒരു പ്രതിനിധിയായിട്ട്, അല്ലെങ്കിൽ അതിനെന്താ പറയുക, ഒരു പ്രതീകാത്മകമായിട്ടൊക്കെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ആ ഒരു റോളാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഫിഗർ ഹെഡ് റോളാണ് കേട്ടോ. ഒരു ഹെഡായിട്ട്, ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് എന്ത് ചെയ്യാം? പ്രവർത്തിക്കാം. അങ്ങനെ ഒരു റോൾ അവിടെ ഉണ്ട്. പിന്നെ എന്താണ് വരുന്നത്? ലീഡർ റോളാണ്. അതാണ് ലീഡർ റോള് എന്ന് പറയുമ്പോൾ. ഒരു ലീഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പൊ നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഒരു ലീഡർ ഉണ്ടായിരിക്കും അല്ലെ. എന്നതുപോലെ ഒരു ലീഡർ മീൻസ് എന്താണ്? അവര് മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യുന്ന, മറ്റുള്ള ആളുകളെ പ്രചോദിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യുക? അവരെ സൂപ്പർവൈസ് ചെയ്യുക, അവര് എന്ത് ചെയ്യുക? അങ്ങനെ എന്താ പറയുക, പ്രചോദിപ്പിക്കുക, അങ്ങനെയുള്ള അവരെ സ്വാധീനിക്കുക. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു റോളുണ്ട്. അതാണ് ലീഡർ റോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? പിന്നെ വരുന്നത് എന്താണ്? ലേസൺ ആണ് കേട്ടോ. ലേസൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ബന്ധമാണ്, ബന്ധം. അതായത് മറ്റുള്ള ഈ സംഘടനയുമായിട്ട് ബന്ധപ്പെടുന്ന മറ്റു വ്യക്തികൾ, അതായത് റിലേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോ കസ്റ്റമേഴ്സ് അല്ലെ. കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? പേഷ്യന്റ് ആണ്. നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പൊ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ആണ്. അതുപോലെ തന്നെ സപ്ലയേഴ്സ് ഉണ്ടാവും അല്ലെ, വിതരണക്കാരുണ്ടായിരിക്കും. ഇപ്പൊ ഇവർക്ക് ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സും അതൊക്കെ കൊണ്ടുകൊടുക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരു ഫാർമസി മരുന്നുകളൊക്കെ കൊണ്ടുകൊടുക്കുന്ന ഇഷ്ടംപോലെ സപ്ലയേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അത്തരം സപ്ലയേഴ്സുമാര്. പിന്നെ എന്താണ്? മറ്റുള്ള പാർട്ട്നേഴ്സ്. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ചിലപ്പോ എന്തായിരിക്കാം? പലവരുടെയും പാർട്ട്ണർഷിപ്പിലൊക്കെ തുടങ്ങുന്ന ഹോസ്പിറ്റലുകൾ ഉണ്ടായിരിക്കും. അതിലും ഒരുപാട് പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കാം. അപ്പൊ അവരൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുക. ബന്ധം സ്ഥാപിച്ചാൽ മാത്രം വരും. കറക്റ്റ് ആണ് കേട്ടോ. സാധ്യത എല്ലാവരും മെസ്സേജിങ് കാണുന്നുണ്ട്.
നിങ്ങൾ പറയുന്നത് കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ്, അപ്പൊ അത്തരത്തില് ഇങ്ങനെയുള്ള സപ്ലയേഴ്സ് അല്ലെങ്കിൽ പേഷ്യൻസ് അവിടെ വരുന്ന മറ്റ് ആളുകളുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുക. അതുപോലെ തന്നെ എന്താണ്, ആ ബന്ധം വെറുതെ സ്ഥാപിച്ചാൽ മാത്രം പോരാ, അത് എന്നേക്കുമായിട്ട് പരിപാലിക്കുക. അങ്ങനെയുള്ള റോൾ ഇതെല്ലാം ഒന്ന് ചിന്തിച്ചു നോക്കി. മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടി വരുന്ന ചില കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇന്റർപേഴ്സണൽ റോൾസിനകത്ത് വരുന്നത് എന്തൊക്കെയാണെന്ന്, ഫിഗർ ഹെഡ് റോളാണ്, ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കുക. ഒരു ലീഡർ റോൾ ഉണ്ട്, എല്ലാവരുടെയും ഒരു ലീഡറായിട്ട്, അവരെ നല്ലൊരു ലീഡറായിട്ട് അവരെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിൽ, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ലീഡർ റോള്. പിന്നെന്താണ്, ലേസൺ, നല്ലൊരു ബന്ധം സ്ഥാപിക്കുക. പ്രത്യേകിച്ച് അവിടുത്തെ പേഷ്യൻസ്, പിന്നെ പാർട്ട്നേഴ്സ്, അതുപോലെ മറ്റുള്ള സപ്ലയേഴ്സ്, അവരൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുക, അത് പരിപാലിക്കുകയും ചെയ്യണം. അങ്ങനെയുള്ള റോളുകളൊക്കെ ആർക്ക് ചെയ്യേണ്ടതായിട്ട് വരും, ആർക്ക് വരും, അഡ്മിനിസ്ട്രേറ്റർമാർക്ക് വരും. ഇതാണ് ഇന്റർപേഴ്സണൽ റോൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി അടുത്തത് എന്താണ്, ഇൻഫർമേഷണൽ റോൾസ് കേട്ടോ. ഇൻഫർമേഷണൽ റോൾസ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ കിടപ്പുണ്ട്, ഇൻഫർമേഷൻ ആണ് അല്ലെ. ഇൻഫർമേഷൻ റോൾ എന്ന് പറയുമ്പോൾ ആ ഒരു ഹോസ്പിറ്റലുമായിട്ട്, നമ്മളിപ്പോ ഇത് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് കേട്ടോ പറയുന്നത്. ഏതൊരു ഓർഗനൈസേഷൻ ഒരു അഡ്മിനിസ്ട്രേഷൻ വിഭാഗം ഉണ്ടാവും. നമുക്ക് പഠിക്കാനുള്ളത് ഹോസ്പിറ്റൽ ആയതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ എടുത്തു പറയുന്നത് കേട്ടോ. അപ്പൊ ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ അത് കൃത്യമായിട്ട് ഗ്യാദർ ചെയ്യുക. പബ്ലിക്കിൽ നിന്നുള്ള വിവരങ്ങളായിരിക്കാം, പേഷ്യൻസുമായിട്ട് ബന്ധപ്പെടുമ്പോൾ കിട്ടുന്ന വിവരങ്ങളായിരിക്കാം, എല്ലാം ഉണ്ടായിരിക്കും. അതുകൂടാതെ ആ ഒരു ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരും മറ്റുള്ളവരിൽ നിന്നൊക്കെ ആ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവാം, ഇൻഫർമേഷൻസ് ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള ഇൻഫർമേഷനെ കറക്റ്റ് ആയിട്ട് ഗ്യാദർ ചെയ്യാം, കളക്ട് ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാം, അതിനൊക്കെ വിശകലനം ചെയ്ത് അതുപോലെ തന്നെ അത് കറക്റ്റ് ആയിട്ട് എന്താ പറയുക വിവരങ്ങൾ വിതരണം ചെയ്യാം അല്ലെ. ഇപ്പൊ നമ്മൾ പബ്ലിക്കിനെ അറിയിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പേഷ്യന്റിനെ അറിയിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അങ്ങനെയുള്ള ഇൻഫർമേഷൻ അവരിലേക്ക് പാസ് ചെയ്യുക. കൃത്യമായിട്ട് റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ റിപ്പോർട്ടിംഗ് പറഞ്ഞില്ലേ, അതുപോലെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. അതുപോലെ എന്താ പറയുക ഇൻഫർമേഷൻസ് ഒക്കെ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുക. അങ്ങനെയുള്ള റോളൊക്കെ ആർക്ക് ചെയ്യേണ്ടതായിട്ട് വരും, അഡ്മിനിസ്ട്രേറ്ററിന് ചെയ്യേണ്ടതായിട്ട് വരും. ഇതെല്ലാം അടങ്ങുന്നതാണത് ഇൻഫർമേഷണൽ റോൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞു മനസ്സിലായില്ലേ? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക, അത് വിതരണം ചെയ്യുക, അത് റിപ്പോർട്ട് ചെയ്യുക, അതുപോലെ അതുമായിട്ട് ബന്ധപ്പെടുന്ന മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുക. ഇങ്ങനെയുള്ള റോളുകളൊക്കെ ഒരു അഡ്മിനിസ്ട്രേറ്ററിന് ചെയ്യേണ്ടതായിട്ട് വരും. ദാറ്റ് ഈസ് കോൾഡ് ഇൻഫർമേഷണൽ റോൾസ്. ഇനി അതിനകത്ത് വരുന്നതാണ് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് മോണിറ്റർ. മോണിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, വിവരങ്ങൾ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്യുക, അതാണ് അത് ഉദ്ദേശിക്കുന്നത്. മോണിറ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ വിവരങ്ങൾ കളക്ട് ചെയ്യുക, അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. ഓക്കെ. രണ്ടാമത്തെ എന്താണ്, ഡിസെമിനേറ്റർ. ഡിസെമിനേറ്റർ റോൾ ഉണ്ട്. എന്താണ് ഡിസെമിനേറ്റർ എന്ന് പറഞ്ഞാല് വിതരണം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സപ്ലൈ ചെയ്യാം, എന്താണ് ചെയ്യാം, ഓക്കെ ഐഡിയാസ് ഇൻഫർമേഷൻ ഒക്കെ അതെ കേട്ടോ. ഡിസെമിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, വ്യാപിപ്പിക്കുക, വിതരണം ചെയ്യുക, കൃത്യമായിട്ട് ഇൻഫർമേഷൻ ആളുകളിലേക്ക് പാസ് ചെയ്യുക. ഓക്കെ, പാസ് ചെയ്യാം. അപ്പൊ ചിലപ്പോൾ നമുക്ക് മീഡിയാസ് വഴി ചിലപ്പോൾ പാസ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ വ്യക്തികൾ വഴി നമുക്ക് പബ്ലിക്കിലൂടെ പാസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള റോളുകളൊക്കെ ചെയ്യാം. പിന്നെന്താണ്, സ്പോക്സ് പേഴ്സൺ. സ്പോക്സ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ആ ഒരു സംഘടനയുടെ ഔദ്യോഗികമായിട്ടൊരു പ്രതിനിധിയായിട്ട്, ഓക്കെ, ഒരു ഫോർമൽ റെപ്രസെന്റേറ്റീവ് ആയിട്ടൊക്കെ പ്രവർത്തിക്കാം. മനസ്സിലായതോ? അപ്പൊ അങ്ങനെയുള്ള റോളുകളൊക്കെ ആർക്ക് ചെയ്യാം, അതന്നെ സ്പീക്കേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതൊക്കെ ആരുടെ റോളാണ്, അഡ്മിനിസ്ട്രേറ്റർമാരുടെ റോളാണ്. അപ്പൊ നിങ്ങൾ നിങ്ങൾ വഹിക്കാൻ പോകുന്ന റോളുകളാണ് ഈ പറയുന്നത് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതാണ് ഇൻഫർമേഷണൽ റോൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തെ എന്താണ് നമ്മൾ പറഞ്ഞത്, ഡിസിഷണൽ റോൾസ് ആണ്. ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, തീരുമാനങ്ങൾ. അത് തന്നെ, തീരുമാനങ്ങൾ എടുക്കുക, അത് കറക്റ്റ് ആണ് കേട്ടോ. തീരുമാനങ്ങൾ എടുക്കുക, അപ്പൊ തീരുമാനങ്ങൾ എടുക്കുക, നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുക. വെറുതെ എന്താണ് ഐശ്വര്യം, ലേസൺ എന്ന് പറഞ്ഞാൽ ശരിക്കും ബന്ധമാണ് കേട്ടോ, ബന്ധം, റിലേഷൻ എന്നുള്ള അർത്ഥമാണ്. അതായത് ഈ വരുന്ന പേഷ്യൻസും അവിടെ വരുന്ന സപ്ലയേഴ്സും, ഹോസ്പിറ്റലിൽ വരില്ലേ സപ്ലയേഴ്സും മറ്റു പാർട്ട്നേഴ്സുമായിട്ടൊക്കെ നല്ല ബന്ധം നമ്മൾ കീപ്പ് ചെയ്യുക, ബന്ധം സ്ഥാപിച്ച് അത് കൃത്യമായിട്ട് നല്ല രീതിയിൽ കീപ്പ് ചെയ്തു പോവുക. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഓർഗനൈസേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ,
ഇനി ഡിസിഷൻ റോൾസ് അല്ലെ, അതല്ലേ നമ്മൾ പറഞ്ഞത്. നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുക, നടപ്പിലാക്കുക, അങ്ങനെയൊക്കെയുള്ള റോളുകൾ ആർക്ക് ചെയ്യേണ്ടതായിട്ട് വരും? അഡ്മിനിസ്ട്രേറ്റർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ അതിനകത്ത് വരുന്നത് നോക്കിയേ, എന്റർപ്രണർ. എന്താണ് എന്റർപ്രണർ? എന്റർപ്രണർ എന്ന് വെച്ചാൽ ശരിക്കും എന്താ അർത്ഥം? സംരംഭകൻ എന്നൊക്കെയുള്ള അർത്ഥമാണ്. സ്റ്റാർട്ടപ്പ് ഒക്കെ ചെയ്യുന്ന ആളുകളില്ലേ, പുതിയ പുതിയ ആശയങ്ങളൊക്കെ കൊണ്ടുവരുന്നത്, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് അതന്നെ സംരംഭകര്, പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാർ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, സുഷ, സാതിര ഒക്കെ കറക്റ്റ് ആണ്. സ്റ്റാർട്ടപ്പ് കമ്പനികളൊക്കെ നമ്മള് എന്റർപ്രണേഴ്സ് എന്നാണ് അവര് പറയാ അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പുതിയ ആശയങ്ങൾ കണ്ടെത്തിയിട്ട് നടപ്പിലാക്കുന്ന ആളുകളാണ്. ആ ഒരു റോള് നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരും. നല്ല നല്ല ആശയങ്ങൾ കൊണ്ടുവരും, നൂതനമായിട്ടുള്ള ആശയങ്ങൾ കൊണ്ടുവരിക, അത് നല്ല രീതിയിൽ നടപ്പിലാക്കുക. എന്ത് ആശയങ്ങളാണെങ്കിലും ഇപ്പോഴും എന്തായിരിക്കണം, ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രോഗ്രസ് ചെയ്യുന്ന രീതിയിൽ, പുരോഗതിക്ക് കാരണമാകുന്ന രീതിയിൽ നല്ല ആശയങ്ങൾ കണ്ടെത്തുക, നടപ്പിലാക്കുക, അങ്ങനെയുള്ള റോളുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, പിന്നെന്താണ്? ഡിസ്റ്റർബൻസ് ഹാൻഡിലർ. ഡിസ്റ്റർബൻസ് എന്ന് വെച്ചാൽ പ്രോബ്ലം സോൾവർ ആയിരിക്കണം. പല പ്രശ്നങ്ങളും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. അപ്പൊ അത്തരം പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ട് സോൾവ് ചെയ്യുക, അതിനുള്ള സൊല്യൂഷൻ ഒക്കെ കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക, അങ്ങനെയുള്ള റോള് നിങ്ങൾക്ക് നിർവഹിക്കേണ്ടതായിട്ട് വരും. പിന്നെന്താണ്? റിസോഴ്സ് അലോക്കേറ്റർ. റിസോഴ്സ് അലോക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതന്നെ, അൺഎക്സ്പെക്ടഡ് സിറ്റുവേഷൻസ് ഒക്കെ ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും. അതെ, ആ സമയത്ത് പാനിക് ആവാതെ വളരെ കാമായിട്ട് വളരെ സംയമനത്തോടു കൂടി തന്നെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഡീൽ ചെയ്യണം. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെന്താണ്? റിസോഴ്സ് അലോക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ ലഭ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സസുകളും കൃത്യമായിട്ട് ക്രമീകരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. ഓക്കെ, ഇപ്പൊ എന്താ പറയാ, നമ്മളിപ്പോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ അതിന് പരിഹാരം കണ്ടെത്തി, അതിന് കറക്റ്റ് ആയിട്ടുള്ള റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് അതിന് നമ്മൾ പരിഹാരം കാണുക. ഇപ്പൊ ഒരു പേഷ്യൻസ് അല്ലെങ്കിൽ പബ്ലിക്കിന്റെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ പഠിച്ചില്ലേ, പബ്ലിക് റിലേഷൻ ഒക്കെ പഠിച്ചില്ലേ, അവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് ലഭ്യമായിട്ടുള്ള റിസോഴ്സസ് ഒക്കെ ഉപയോഗിക്കുക. ഇപ്പൊ ഓൺലൈനിലൂടെ പരാതി സമർപ്പിക്കുക, അങ്ങനെയൊക്കെ നമുക്ക് ആ സൊല്യൂഷൻ പെട്ടെന്ന് കണ്ടെത്തി കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ അവർക്ക് ലഭ്യമായിട്ടുള്ള റിസോഴ്സസ് എന്തൊക്കെയാണോ അതിനെയൊക്കെ കൃത്യമായിട്ട് ക്രമീകരിച്ചിട്ട് അതിന് എന്തെങ്കിലും പരിഹാരങ്ങൾ കണ്ടെത്തുക. പിന്നെന്താണ്? നെഗോഷിയേറ്റർ. എന്താണ് നെഗോഷിയേറ്റർ എന്ന് പറഞ്ഞാൽ? ശരിക്കും കരാറുകാരൻ എന്നൊക്കെയുള്ള അർത്ഥമാണ്. അതന്നെ, എഗ്രിമെന്റ്സ് അതന്നെ റിലേറ്റഡ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ. കറക്റ്റ് ആണ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ഒരു ഹോസ്പിറ്റലുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ താല്പര്യങ്ങളൊക്കെ മറ്റു കക്ഷികളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്ത് അവരായിട്ട് മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്ത് അല്ലെ, അവരായിട്ട് ചർച്ച ചെയ്ത് ഒരു ധാരണയിലെത്തുക. എന്തെങ്കിലും നമുക്കൊരു കോൺട്രാക്ട് ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ കരാറുകളിൽ ഏർപ്പെടുക, അതുപോലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, നെഗോഷിയേറ്റർ. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവർക്ക് മറ്റു പല ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് സഹകരിക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ഇവരുടെ താല്പര്യങ്ങൾ മറ്റു കക്ഷികളുമായിട്ട് ചേർന്ന് അവരുമായിട്ട് ചർച്ച ചെയ്ത് ഒരു ധാരണയിലെത്തി ചില കോൺട്രാക്ട് ബേസിലൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് റിസർച്ച് ഒക്കെ ചെയ്യുന്ന ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്ക് മറ്റു പല ഇൻസ്റ്റിറ്റ്യൂഷനും ഓർഗനൈസേഷനും ഒക്കെ ആയിട്ട് സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ടൊക്കെ വരും. ചില കോൺട്രാക്ട് ഒക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള കരാറുകളിലൊക്കെ ഏർപ്പെടുക, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ സോൾവ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് റോളുകൾ ചെയ്യേണ്ട ആൾക്കാരാണ് നിങ്ങൾ. ഓക്കെ, അതാണ് ഡിസിഷണൽ റോൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ പറഞ്ഞ റോളുകളാണ് ഇതൊക്കെയാണ് ഇന്റർപേഴ്സണൽ റോൾസ്. അതിനകത്ത് തന്നെ ഫിഗർ ഹെഡ് റോൾ ഉണ്ട്, ലീഡർ റോൾ ഉണ്ട്, പിന്നെന്താ ലേസൺ റോൾ ഉണ്ട്. ഓക്കെ, പിന്നെ ഇൻഫർമേഷൻ റോൾസിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? മോണിറ്റർ റോൾ ഉണ്ട്, ഡിസെമിനേറ്റർ റോൾ ഉണ്ട്, ഒരു സ്പോക്സ് പേഴ്സൺ റോള് അവർ നിർവഹിക്കണം. പിന്നെ ഡിസിഷണൽ റോൾസ് ആകുമ്പോൾ ഒരു എന്റർപ്രണർ ആയിട്ട് അവിടെ പ്രവർത്തിക്കണം കേട്ടോ. പുതിയ ആശയങ്ങളൊക്കെ കണ്ടെത്തി കൊണ്ടുവരുന്ന ആൾക്കാരായിരിക്കണം. അവനൊക്കെ ഭയങ്കര ഒരു ഡിഗ്നിറ്റി ആയിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പൊ എന്റർപ്രണർ ആയിരിക്കണം, ഡിസ്റ്റർബൻസ് ഹാൻഡലർ ആയിരിക്കും, പ്രോബ്ലം സോൾവർ എന്നുള്ള അർത്ഥത്തില്, റിസോഴ്സ് അലോക്കേറ്റർ ആയിരിക്കണം, നെഗോഷിയേറ്റർ ആയിരിക്കണം. ഇത്രയൊക്കെ റോളുകൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി അടുത്തതാണ്, ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കേണ്ടി വരേണ്ട കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഈ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ അടുത്തതാണ് ഇത് സ്കിൽസ് നീഡഡ്. ഇനി എന്തൊക്കെ സ്കില്ലുകളാണ്? ബേസിക് ആയിട്ട് നമുക്ക് കുറച്ച് സ്കില്ലുകളൊക്കെ വേണം. അല്ല, എല്ലാവർക്കും സ്കില്ലുകളുണ്ട്. സ്കില്ലില്ലാത്ത ആൾക്കാർ ആരും ഒന്നുമില്ല. പിന്നെ എന്താണ്, നമ്മൾ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കണം കേട്ടോ.
കേട്ടോ, ഡെവലപ്പ് എടുക്കണം. അപ്പൊ പല ആളുകളും ഇതിനകത്ത് ഇരിക്കുന്നവരൊക്കെ ഒത്തിരി കഴിവുകളും ഒക്കെയുള്ള ആളുകളാണ്. പക്ഷെ എന്താണ്, ചിലപ്പോൾ അത് പെർഫോം ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമോ സാഹചര്യമോ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ അത് ഡെവലപ്പ് ചെയ്യണം, നമ്മളത് ഉപയോഗിക്കണം. ഓക്കെ, അപ്പൊ അതിനുള്ളൊരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് കിട്ടട്ടെ. അപ്പൊ നോക്കാം, സ്കിൽസ് നീഡഡ് കേട്ടോ. സ്കിൽസ്, എന്തൊക്കെ കഴിവുകളാണ് നമുക്ക് ആവശ്യമായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് ടെക്നിക്കൽ സ്കിൽസ് കേട്ടോ. ഒന്നാമത്തെ എന്താണ്, ടെക്നിക്കൽ സ്കിൽസ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് ഹ്യൂമൻ സ്കിൽസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കൺസെപ്ച്വൽ സ്കിൽസ് ഉണ്ടായിരിക്കണം. പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഇതിന് പറയാത്ത. ടൈം മാനേജ്മെന്റ് സ്കിൽസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് അത്രയൊന്നും വേണ്ട, ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട സ്കില്ലുകൾ ഏതൊക്കെയാണ്? ടെക്നിക്കൽ സ്കിൽസ് ഉണ്ടായിരിക്കണം, ഹ്യൂമൻ സ്കിൽസ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ കൺസെപ്ച്വൽ സ്കിൽസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പൊ ടെക്നിക്കൽ സ്കിൽസ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, സാങ്കേതികമായിട്ടുള്ള കഴിവുകൾ എന്ന് പറഞ്ഞാൽ വലിയ അഡ്വാൻസ്ഡ് ലെവലൊന്നും വേണമെന്നില്ല. അത്യാവശ്യം വേണ്ട സാങ്കേതികമായിട്ടുള്ള കഴിവുകൾ ഉണ്ടായിരിക്കണം. എന്താണ് ടെക്നിക്കൽ സ്കിൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് തന്നെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇന്നത്തെ കാലത്ത് അത് അത്യാവശ്യമാണല്ലോ, കാരണം ഇന്നിപ്പോ കമ്പ്യൂട്ടർ യുഗമാണ് അല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്നും ഇല്ലാതെ ഇനിയിപ്പോ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഇത് ഇമ്പോർട്ടന്റ് ആണ് ഇന്നത്തെ കാലത്ത്. പണ്ടാണെങ്കിൽ അങ്ങനെയില്ല, ഇന്ന് അത് വളരെ അത്യാവശ്യമാണ്. നോക്കാം, നോളജ് ആൻഡ് എക്സ്പെർട്ടൈസിന്റെ സ്പെസിഫിക് ഫീൽഡ് കേട്ടോ. ഒരു സ്പെസിഫിക് ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ജോലി അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രവർത്തനം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കഴിവും അറിവുകളും ഒക്കെയാണ് ഇവിടെ ടെക്നിക്കൽ സ്കിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള അറിവുകൾ, അത്യാവശ്യം ചില കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്താണ് മൈക്രോസോഫ്റ്റ് അല്ലെ, പവർ പോയിന്റ്, എക്സല്, അല്ലെങ്കിൽ ഡാറ്റ എൻട്രി അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്, അതുപോലെ ഡാറ്റ ബേസ് മാനേജ്മെന്റ് സിസ്റ്റംസ് യൂസ് ചെയ്തിട്ട് ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ അത്യാവശ്യം എന്താ വീഡിയോ കോൺഫറൻസിങ് ടൂൾസ് ഒക്കെ ഉപയോഗിക്കാനുള്ള ഒരു കഴിവ് വേണം. ഇതൊക്കെ എല്ലാം അങ്ങനെയാണ്, ആ ഒരു രീതിയിൽ. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന അങ്ങനെയല്ലേ, അതേ രീതിയിലൊക്കെ ഗൂഗിൾ മീറ്റ് വീഡിയോ കോൺഫറൻസിങ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതൊക്കെ അത്യാവശ്യം ചെയ്യാനുള്ള ഒരു സ്കില്ല് നമ്മൾക്ക് ഉണ്ടായിരിക്കണം. അതാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടെക്നിക്കൽ സ്കില്ല് എന്താണോ നിങ്ങൾക്ക് തരുന്ന ജോലി, ആ ഒരു പ്രത്യേക ഫീൽഡിൽ വേണ്ട ബേസിക് ടെക്നിക്കൽ സ്കില്ലുകൾ, അറിവും കഴിവും ഒക്കെ ഉണ്ടായിരിക്കണം. എല്ലാവർക്കും ഉണ്ട്, അത് എന്ത് ചെയ്താൽ മതി, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. ഓക്കെ, പിന്നെ എന്താണ്, ഓക്കെ ഞാൻ ഓക്കെ ഡാറ്റ എൻട്രി കഴിഞ്ഞിട്ടുണ്ട് അല്ലെ സാധന. ഓക്കെ, അതൊക്കെ നമുക്ക് ഇതിനകത്ത് പ്രയോജനപ്പെടും കേട്ടോ. പിന്നെ എന്താണ് ഹ്യൂമൻ സ്കിൽസ്. എന്താണ് ഹ്യൂമൻ സ്കിൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അണ്ടർലൈൻ ചെയ്ത് വെക്കുന്നു കേട്ടോ. ദ പൊട്ടൻഷ്യൽ ടു വർക്ക് വെൽ വിത്ത് അതർ പീപ്പിൾ, അതായത് മറ്റുള്ളവരുമായിട്ട് നമ്മൾ സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവാണത്. അതെന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞൊരു ഇന്ത്യൻ പേഴ്സണൽ സ്കില്ലാണ് കേട്ടോ. ഹ്യൂമൻ സ്കില്ല് മാനുഷികമായിട്ടുണ്ടാവുന്ന കഴിവുകളാണ്. മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവാണ്. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് അവരായിട്ട് കുറച്ച് ആൾക്കാർക്ക് ചിലപ്പോ അറിയാലോ, എല്ലാവരും വ്യത്യസ്ത ആൾക്കാരാണ്, എല്ലാവർക്കും പല രീതിയിലുള്ള സ്വഭാവമായിരിക്കാം, പല രീതിയിലുള്ള അഭിപ്രായങ്ങളായിരിക്കാം. അപ്പൊ എല്ലാവരുമായിട്ട് നമുക്ക് സഹകരിച്ച് പോകേണ്ടതായിട്ട്, ആരുമായിട്ട് നമുക്കൊരു പ്രശ്നങ്ങൾക്ക് പോവാതെ എന്നാൽ അത്യാവശ്യം നമ്മുടെ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് നല്ല രീതിയിൽ അവരുമായിട്ട് പ്രവർത്തിച്ച് സഹകരിച്ച് പോകാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ഹ്യൂമൻ സ്കിൽസ് അത് ഇവിടെയല്ല, എവിടെ നമ്മൾ ഈ വീട് വിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ ഈ ഒരു സാധനം നമുക്ക് അത്യാവശ്യമാണ്. ഹ്യൂമൻ സ്കിൽസ് അത്യാവശ്യമാണ്. പല ടൈപ്പ് ഓഫ് ആളുകളെ നമുക്ക് ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നല്ല രീതിയിൽ പ്രവർത്തിക്കാം. മാറി നിന്ന് കഴിഞ്ഞാൽ എന്താ പ്രശ്നം, നമ്മൾ ഒറ്റപ്പെട്ടു പോകും അല്ലെ. അപ്പൊ പല സാഹചര്യങ്ങളും ഉണ്ടാവും. അവരൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കാനുള്ളൊരു കഴിവ് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ മൂന്നാമത്തത് എന്താണ്? മൂന്നാമത്തെ ഇതിനകത്തെ നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ അതിനകത്ത് കുറെ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും പാരവെപ്പും ഒക്കെ ഉണ്ടാവും. അതൊക്കെ അതിലൊക്കെ നമ്മൾ ഡീൽ ചെയ്ത് ഒന്നും പ്രശ്നമൊന്നും വരാതെ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് പഠിക്കണം കേട്ടോ. അതാണ് ഹ്യൂമൻ സ്കിൽസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെന്താണ് കൺസെപ്ച്വൽ സ്കിൽസ്, അതായത് ആശയപരമായിട്ടുള്ള കഴിവ്. നമ്മൾ നേരത്തെ ഒരു റോള് പറഞ്ഞു, എന്റർപ്രണർ എന്ന് പറഞ്ഞൊരു റോള് പറഞ്ഞു. അതായത് പുതിയ ആശയങ്ങൾ കണ്ടെത്താനുള്ള കഴിവ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് സ്കിൽ ഉണ്ടായിരിക്കണം അവിടെ? കൺസെപ്ച്വൽ സ്കിൽസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ആശയപരമായിട്ടുള്ള കഴിവുകൾ ഉണ്ടായിരിക്കണം. എന്താണ് ഉദ്ദേശിക്കുന്നത്? ദ കപ്പാസിറ്റി ടു തിങ്ക്
and gestate about abstract and complex situations which concerns the organization. അതായത് ഇവിടുത്തെ ഓർഗനൈസേഷൻ ഏതാണ്? ഹോസ്പിറ്റലാണ് അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലാണ്. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന സങ്കീർണമായിട്ടുള്ള ചില സാഹചര്യങ്ങള്, പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസെപ്ച്വൽ സ്കിൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, ഭാവിയിൽ വരാൻ സാഹചര്യം ഉണ്ടാവാം. അപ്പൊ അതൊക്കെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ മുൻകൂട്ടി ചിന്തിക്കണം. ഓക്കെ, ചിന്തിച്ച് മനസ്സിലാക്കാനുമുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. അതാണ് എന്ത് കൺസെപ്ച്വൽ സ്കിൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പരിഹരിക്കാനുള്ള കഴിവാണ്. അബ്സ്ട്രാക്ട് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും എന്താണ്? അമൂർത്തമായിട്ടുള്ള പ്രശ്നം. അമൂർത്തം എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാല് നമുക്ക് പെട്ടെന്ന് ഒരു ആൻസർ ഒന്നും കണ്ടെത്താൻ പറ്റില്ല. കുറച്ച് സമയം ആലോചിച്ച് കുറെ രീതിയിൽ നമ്മൾ വളരെ ക്രിയാത്മകമായിട്ട്, എന്താ പറയുക, വിമർശനാത്മകമായിട്ട്, ക്രിട്ടിക്കലായിട്ടൊക്കെ നമ്മൾ തിങ്ക് ചെയ്യേണ്ടി വരും. ഇപ്പൊ നിങ്ങളോട് ചോദിക്കാണ്, ഇപ്പൊ നിങ്ങളോട് ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങളോട് ചോദിക്കാണ്, ഇപ്പൊ ഈ പേഷ്യൻസിന്റെ ആരോഗ്യ സംരക്ഷണം, ആരോഗ്യ സുരക്ഷിതത്വം ഉറപ്പാക്കാനായിട്ട് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മാർഗം ഏതാണ് എന്നൊക്കെ നിങ്ങളോട് ചോദിക്കാണ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ. അപ്പൊ പെട്ടെന്ന് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്കൊരു പെട്ടെന്ന് ഒരു ആൻസർ ചിലപ്പോൾ പറയാൻ കിട്ടില്ല. പക്ഷെ നമ്മൾ അതൊക്കെ ഒരു അബ്സ്ട്രാക്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലായോ? അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കണം. നിങ്ങളുടെ ആശയങ്ങളാണ് അവിടെ വരേണ്ടത്. അപ്പൊ അത്തരത്തിൽ അതുപോലെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു സ്കൂളിൽ പോയ സ്കൂളിൽ ആയിട്ട് ചോദിക്കാം, കുട്ടികളെ ഏറ്റവും നല്ല രീതിയിൽ പഠന നിലവാരം ഉയർത്താൻ എന്തൊക്കെ ഫലപ്രദമായിട്ടുള്ള മാർഗങ്ങൾ നിങ്ങൾ കൊണ്ടുവരും എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതൊക്കെ അബ്സ്ട്രാക്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമ്മൾ ആൻസർ ചെയ്യും. അത് നമ്മുടെ കൺസെപ്ച്വൽ സ്കിൽസിനനുസരിച്ച് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായല്ലോ? അപ്പൊ അതിലൂടെ നിങ്ങൾ അളക്കാനും സാധിക്കും. ഓക്കെ, അപ്പൊ അത്തരത്തില് അബ്സ്ട്രാക്ട് ആൻഡ് കോംപ്ലക്സ് സിറ്റുവേഷൻസ്, ആ ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും ചിന്തിക്കാനുമുള്ള ഒരു കഴിവാണ് കൺസെപ്ച്വൽ സ്കിൽസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ കുറച്ച് സമയമൊക്കെ ഇരുന്ന് ആലോചിച്ചാലാണ് കിട്ടുള്ളൂ എന്ന് മാത്രം അല്ലെ. അപ്പൊ കുഴപ്പമില്ല, പക്ഷെ അങ്ങനെയുള്ള സ്കില്ലുകളൊക്കെ ഉണ്ടായിരിക്കും. ക്ലിയർ ആയല്ലോ? എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ടെക്നിക്കൽ സ്കിൽസ്, ഹ്യൂമൻ സ്കിൽസ്, അതുപോലെ തന്നെ കൺസെപ്ച്വൽ സ്കിൽസുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ? അത്രയാണ് കേട്ടോ. അപ്പൊ റോളും സ്കില്ലും കഴിഞ്ഞു. ഇത് നിങ്ങൾ പ്രാക്ടിക്കൽ ആയിട്ടൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും കേട്ടോ. അടുത്തതാണ് ഇത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്നത് കേട്ടോ. നമുക്കൊന്ന് വായിക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് all about the running the എന്താണ് ആക്ച്വലി ജസ്റ്റേറ്റ്. ശരിക്കും ജസ്റ്റേറ്റിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ പറയുന്നത് പ്രഗ്നൻസി പീരീഡിനെയൊക്കെയാണ് ജസ്റ്റേറ്റ് പീരീഡ് എന്ന് പറയുന്നത്. കുറെ നീണ്ട കാലം നിൽക്കുന്ന ഒരു പ്രോസസ് ആണല്ലോ പ്രഗ്നൻസി, ഡെലിവറി എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് സാധാരണ ജസ്റ്റേറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ ഡെവലപ്മെന്റ് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. വികസനം എന്നുള്ള അർത്ഥമാണ്. വികസിപ്പിക്കുക. വികസനം എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല അല്ലെ. കുറെ കാലങ്ങളോളം എന്താ പ്രയത്നിച്ചിട്ടാണ് ഒരു വികസനം ഉണ്ടാകുന്നത് അല്ലെ, ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ ജസ്റ്റേറ്റ് ഉപയോഗിക്കുന്നത് കേട്ടോ. എന്ന് പറഞ്ഞ ആ ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള, ഡെവലപ്പ് ചെയ്ത് വരാൻ സാധ്യതയുള്ള ചില കോംപ്ലക്സ് സിറ്റുവേഷൻസ് ആവാം, അല്ലെങ്കിൽ ഇങ്ങനെ അബ്സ്ട്രാക്ട് പ്രശ്നങ്ങളൊക്കെ ആവാം. അതിനെ കുറിച്ച് ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവ്. ഇതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അല്ലാണ്ട് നിങ്ങൾ ജസ്റ്റേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ കാണിക്കുന്നത് എന്തായിരിക്കും അറിയോ? പ്രഗ്നൻസി പീരീഡ് ഒക്കെ ആയിരിക്കും കാണിക്കുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, ഇനി നോക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ഓൾ അബൌട്ട് റണ്ണിംഗ് ദി ഡിപ്പാർട്ട്മെന്റ് ഇൻ എ സ്മൂത്ത് മാനർ. അതായത് ഒരു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും സുഗമമായിട്ട് നടത്താം, അത് നിങ്ങളെ കൊണ്ട് സാധിക്കുള്ളൂ. അതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി നോക്കൂ. Although some roles may involve direct patient care, many hospital administrators maintain little to no patient contact. അതൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. അതായത് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ അവർക്ക് പല പല റോള് ചെയ്യേണ്ടതായിട്ട് വരും, പല പല റെസ്പോൺസിബിലിറ്റി. ഇന്ന ജോലി എന്ന് പറഞ്ഞല്ല, എന്ത് ജോലിയും അവിടെ ചെയ്യേണ്ടതായിട്ട് വരാം. എന്ത് ജോലി എന്ന് പറഞ്ഞാൽ തീരെ അതൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഏത് ജോലിയും ഏത് റോളും അവർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇപ്പൊ ചില റോള് ചില അഡ്മിനിസ്ട്രേറ്റർമാർക്ക് എന്ന് പറഞ്ഞാൽ നേരിട്ട് രോഗി പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർ വർക്കുകൾ വരും. എന്ന് പറഞ്ഞാൽ നേരിട്ട് രോഗി പരിചരണം എന്ന് ഉദ്ദേശിക്കുന്നത് രോഗിയെ പോയി ചികിത്സിക്കണം എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നേരിട്ട് രോഗിയുമായിട്ട് സമ്പർക്കം പുലർത്തേണ്ടി വരുന്ന അത്തരത്തിലുള്ള റോളുകൾ വരാം അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ചിലവർക്ക്.
അതേസമയം മറ്റുള്ള അഡ്മിനിസ്ട്രേറ്റർമാർക്കാണെങ്കിലോ രോഗികളുമായിട്ട് യാതൊരു സമ്പർക്കവും ഇല്ലാത്ത രീതിയിലുള്ള റോളുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റി, ഫിനാൻഷ്യൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം, അല്ലെങ്കിൽ വല്ല എഡ്യൂക്കേഷനോ റിസർച്ചോ അങ്ങനെയുള്ള മേഖലകളൊക്കെ കൈകാര്യം ചെയ്യേണ്ടി വന്നേക്കാം. അപ്പൊ അത്രയും മനസ്സിലാക്കുന്നുള്ളൂ. ചില അഡ്മിനിസ്ട്രേറ്റർമാർക്ക് നേരിട്ട് രോഗി സമ്പർക്കവുമായിട്ട് ബന്ധപ്പെടേണ്ടി വന്നെങ്കിൽ നേരിട്ട് രോഗികളുമായിട്ട് സമ്പർക്കം പുലർത്തേണ്ടി വരുന്ന ഡ്യൂട്ടികൾ വരാം. ഇനി മറ്റു ചിലർക്കാണെങ്കിൽ രോഗിയുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാത്ത തരത്തിൽ, അതായത് ചിലപ്പോൾ അവർ കൈകാര്യം ചെയ്യുന്ന ഫിനാൻഷ്യൽ മേഖലയായിരിക്കാം, അല്ലെങ്കിൽ റിസർച്ചോ എഡ്യൂക്കേഷനോ അങ്ങനെയുള്ള ഫീൽഡ് കൈകാര്യം ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റർമാരും ഉണ്ടായിരിക്കാം എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം. ദേ മേ ഹാവ് എ വെറൈറ്റി ഓഫ് റെസ്പോൺസിബിലിറ്റീസ്. അതന്നെയാണ്, അതായത് അവർക്ക് പലതരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കാം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. എന്തൊക്കെയാണ്? ലൈക്ക് മാനേജിങ് ഫിനാൻസസ് പറഞ്ഞല്ലോ, അതായത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാം. അതുപോലെ ഇൻഷുറിംഗ് ദ ഡിപ്പാർട്ട്മെന്റ്, എന്താണ് ഉത്തരവാദിത്തം. അതെ, അവർക്ക് പലതരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവാന്ന് കേട്ടോ. മാനേജിങ് ഫിനാൻസ്, സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് നേരിട്ട് രോഗിയുമായിട്ട് ചിലപ്പോൾ സമ്പർക്കം പുലർത്തേണ്ട ആവശ്യം വരില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ മാനേജിങ് ഫിനാൻസസ് ആവാം. അതുപോലെ തന്നെ എൻഷുറിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് നീഡ്സ് റെഗുലേറ്ററി, അതെ, സാമ്പത്തിക കാര്യങ്ങള്. എൻഷുറിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് മീൻസ് റെഗുലേറ്ററി നീഡ്സ്, അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റുകളും അതത് റെഗുലേറ്ററി നീഡ്സുകളെല്ലാം തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, അതായത് റെഗുലേറ്ററി നീഡ്സുകളെല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടോ. എന്താ റെഗുലേറ്ററി നീഡ്സ് എന്ന് പറഞ്ഞാല് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ആ ഹോസ്പിറ്റല് ആരോഗ്യ സുരക്ഷാ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം, പാരിസ്ഥിതിക നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം. അതുപോലെ അവിടെയുള്ള ജീവനക്കാര് ഔദ്യോഗികമായിട്ട് യോഗ്യതയുള്ള ആളുകളാണോ എന്നുള്ളത് ഉറപ്പാക്കണം. പേഷ്യൻസിന്റെ കേസ് ആണെങ്കിൽ പേഷ്യൻസിന്റെ നമ്മൾ പഠിച്ചിരുന്നു ബിൽ ഓഫ് റൈറ്റ്സ് ഓഫ്, അല്ലെ, പേഷ്യൻസ് ബിൽ ഓഫ് റൈറ്റ്സ്, അല്ലെ, രോഗികളുടെ അവകാശങ്ങളുണ്ട്. അതൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അത്തരം റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളെല്ലാം തന്നെ പാലിച്ചുകൊണ്ടാണോ അവിടെ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പാക്കേണ്ടത് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർമാരാണ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദ ഡിപ്പാർട്ട്മെന്റ് നീഡ്സ് ദ റെഗുലേറ്ററി നീഡ്സ്, എല്ലാ റെഗുലേറ്ററി നീഡുകളും ഓരോ ഡിപ്പാർട്ട്മെന്റുകളും മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം. അങ്ങനെയുള്ള ഡ്യൂട്ടികൾ അത് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ എന്താണ്, ഹയറിംഗ് ഹൈ ക്വാളിറ്റി സ്റ്റാഫ് കേട്ടോ. അതെ, അഡ്മിനിസ്ട്രേറ്റർ ഉറപ്പാക്കണം. അതുപോലെ ഏറ്റവും ഹൈ ക്വാളിറ്റി ഉള്ള സ്റ്റാഫുകളെയൊക്കെ ഹയർ ചെയ്യണം. ഏറ്റവും ഹൈ ക്വാളിറ്റി എന്നല്ല, ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഔദ്യോഗിക യോഗ്യതയുള്ള ആളുകളായിരിക്കണം അവിടെ ഇരിക്കേണ്ടത്. അല്ലാണ്ട് ഇപ്പൊ ഒരു ബ്ലഡ് ബാങ്കിൽ ഇരിക്കേണ്ടത് വേറൊരു ആ ലെവല്, ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ വേണം ആ ഒരു എന്താ പറയാ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യാൻ. അത്തരത്തിൽ അതത് യോഗ്യതയുള്ള അനുയോജ്യരായിട്ടുള്ള ആളുകളെ ഹയർ ചെയ്യാം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ആർക്ക് വരും? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് വരുമെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി നോക്കാം. ദീസ് പ്രൊഫഷണൽസ് ക്യാൻ ഫൈൻഡ് work in a variety of healthcare organizations which consist of hospitals, clinics, corporations and government agencies. അപ്പൊ നിങ്ങളോട് പറയുന്നത് എന്താണ്? ഹോസ്പിറ്റലിൽ മാത്രമല്ല, ഈ പറയുന്ന ഗവൺമെന്റ് ഏജൻസികള്, അല്ലെങ്കിൽ മറ്റുള്ള കോർപ്പറേഷൻസ്, ക്ലിനിക്കുകള്, പിന്നെ ഹോസ്പിറ്റൽ പോലുള്ള പല ആരോഗ്യ സംരക്ഷണ സംഘടനകളിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെയുള്ള, അതായത് ഒരു ഹോസ്പിറ്റലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അതിപ്പോ ക്ലിനിക് ആവാം, അതുപോലെ തന്നെ മറ്റ് ഗവൺമെന്റ് ഏജൻസികളില്, മറ്റ് കോർപ്പറേഷൻ, അതായത് ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട കോർപ്പറേഷൻസ്, ക്ലിനിക്കുകള്, അവിടെയൊക്കെ എന്ത് ചെയ്യാം? അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ജോലി ലഭിക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ആ ഒരു ജോലിയുടെ വ്യാപ്തിയാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ അതിന് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും വരാനില്ല, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ. ഇനി നോക്കാം. Hospital administrators coordinate all the departments within a healthcare facility to make sure that they function as a whole. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വേറൊരു രീതിയിൽ പറയുന്നു. അതായത് ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം അവിടുത്തെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും എന്താണ് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അത് എന്താണ് ഒരു ഫംഗ്ഷൻ ആസ് എ ഹോൾ, ഒരൊറ്റ ഒരു എന്താണ് എൻറ്റിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേറ്റർമാരാണ്. മനസ്സിലായി? എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും പരസ്പരം കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു ഹോസ്പിറ്റൽ ഒരു ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേറ്റർമാരാണ് കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരാണ്. ഇനി പറയാണ്, their proficiency is needed to execute
plan, organize, direct and monitor the outcomes of medical and health services. ഈ പറയുന്ന മെഡിക്കൽ ഹെൽത്ത് സേവനങ്ങളുടെ ആ ഒരു ഔട്ട്കംസുകൾ അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും അതുപോലെ തന്നെ ഡയറക്റ്റ് ചെയ്യാനും പിന്നെ എന്താ പറയുക മോണിറ്റർ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും ഒക്കെ നിങ്ങളുടെ കഴിവുകൾ ആവശ്യമാണത്. നിങ്ങളുടെ പ്രൊഫഷ്യൻസി ആവശ്യമായിട്ട് വരും. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ പോസ്റ്റ് കുറവെന്ന് പറഞ്ഞ് പഠിച്ചില്ലേ, അപ്പൊ അത്തരം കഴിവുകളൊക്കെ ആർക്ക് വേണ്ടി വരും? അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ആവശ്യമായിട്ട് വരും. ഓക്കെ, ഇനി നോക്കാം. Though the role of a hospital administrator differs from one institution to the next, then the duties most often include എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡ്യൂട്ടീസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് അഡ്മിനിസ്ട്രേറ്റർമാരുടെ ജോലി എന്ന് പറഞ്ഞപ്പോ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും വ്യത്യാസമായിരിക്കും. ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ഹോസ്പിറ്റലിൽ ഉള്ള പോലെ ആയിരിക്കില്ല വേറൊരു ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി വരുന്നത്. നമ്മൾ ഓൾറെഡി തന്നെ ഇൻട്രൊഡക്ഷനകത്ത് പറഞ്ഞിരുന്നു അല്ലെ, ഒരു ഹോസ്പിറ്റലിന്റെ കോംപ്ലക്സിറ്റിക്കും സൈസിനും അനുസരിച്ച് അഡ്മിനിസ്ട്രേറ്റർമാരുടെ ഡ്യൂട്ടികളിൽ വ്യത്യാസം ഉണ്ടാവാന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും ഇന്ന ജോലി എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇത് പല റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ കോമൺ ആയിട്ട് വരുന്ന ചില റെസ്പോൺസിബിലിറ്റീസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അതുകൊണ്ട് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഒന്നാമത്തെ എന്താണ്? സർവിങ്. അതൊക്കെ ഒരു കുറെ തിയറിയാണ് ഈ പറഞ്ഞു വെക്കുന്നത് കേട്ടോ. സർവിങ് ആസ് കോണ്ടാക്ട് അമംഗ് ഗവേണിംഗ് ബോഡീസ്, മെഡിക്കൽ എന്താണ് ഷോർട്ട് ആക്കി അങ്ങനെ നോട്ട് ചെയ്താൽ പോരാ. മതി സാധ്യത, അത് മതി കേട്ടോ, അത് മതി. നമ്മൾ ഇത് എന്തായാലും വായിക്കണമല്ലോ, അതിന് വേണ്ടി പറഞ്ഞു പോകുന്നത് മാത്രം. പോയിന്റ്സ് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? സർവിങ് ആസ് ഇതിങ്ങനെ വാരി വലിച്ച് എഴുതിയേക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പോയിന്റുകൾ പഠിക്കാൻ വളരെ കുറച്ചുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ എന്താന്ന് പഠിച്ചു വെക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേറൊരു ചാപ്റ്റർ വരുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ അവിടെ കിടപ്പുണ്ട്. അതിനകത്ത് ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെയും പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. സർവിങ് ആസ് കോണ്ടാക്ട് അമംഗ് ഗവേണിംഗ് ബോർഡ്സ്, മെഡിക്കൽ സ്റ്റാഫ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്. അതായത് ഈ പറയുന്ന ഗവേണിംഗ് ബോർഡുകൾ, മെഡിക്കൽ സ്റ്റാഫ് അതായത് ഈ ഡോക്ടർമാര്, മറ്റു നഴ്സുമാര്, പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്, ഇവരൊക്കെ ആയിട്ട് എന്താണ് സമ്പർക്കം പുലർത്തുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടിയാണ്. മനസ്സിലായല്ലോ? സർവിങ് ആസ് കോണ്ടാക്ട് അമംഗ് ഗവേണിംഗ് ബോഡീസ്. ഗവേണിംഗ് ബോഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ. സിഇഒ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാര്, അതുപോലെ തന്നെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർമാര്, അതുപോലെ ചീഫ് ഫിനാൻസ് ഓഫീസർമാര്, പിന്നെ പല കമ്മിറ്റികൾ ഉണ്ടായിരിക്കും ഇല്ലേ. നമ്മൾ പറഞ്ഞില്ലേ മറ്റേ പേഷ്യൻ സേഫ്റ്റി കമ്മിറ്റി, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി, അങ്ങനെ പല കമ്മിറ്റികളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരൊക്കെയാണ് ഗവേണിംഗ് ബോഡീസ് എന്ന് പറയുന്നത്. ഭരണ നേതൃത്വം വഹിക്കുന്ന ആളുകളാണ്. അപ്പൊ അത്തരം ഗവേണിംഗ് ബോഡീസ് ആയിട്ടും ഡോക്ടർമാര്, നഴ്സുമാര്, മറ്റനുബന്ധ മെഡിക്കൽ സ്റ്റാഫുകള്, ഡിപ്പാർട്ട്മെന്റ് ഹെഡുകൾ, ഇതൊക്കെ ആയിട്ട് സമ്പർക്കം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തത് റിക്രൂട്ടിംഗ്, ഹയറിംഗ് ആൻഡ് അസസിംഗ് നഴ്സസ്, ഡോക്ടേഴ്സ് ആൻഡ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അത് നമ്മൾ മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞില്ല, അത് തന്നെ നീട്ടിപ്പറത്തി പറയുന്നു. ഡോക്ടർമാര്, നഴ്സുമാര്, അതുപോലെ തന്നെ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർമാര്, അവരെയൊക്കെ റിക്രൂട്ട് ചെയ്യുക, തിരഞ്ഞെടുക്കുക, അതുപോലെ തന്നെ അവരെ അസസ് ചെയ്യുക, അവരെ വിലയിരുത്തുക, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ള ഡ്യൂട്ടീസ് ഒക്കെ ആർക്ക് വരുന്നുണ്ട്? അഡ്മിനിസ്ട്രേറ്ററിന് വരുന്നുണ്ട്. ഓക്കെ, തേർഡ് പോയിന്റ് ഇതാണ്. അതെ, തെരഞ്ഞെടുക്കുക. റിക്രൂട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? തെരഞ്ഞെടുക്കുക. ഹയർ ചെയ്യാന്ന് പറഞ്ഞാലും അത് തന്നെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഹയറിംഗ് സ്റ്റാഫ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? സ്റ്റാഫുകളെ തെരഞ്ഞെടുക്കുക, അവരെ അസസ് ചെയ്യുക കേട്ടോ. അവരെ കൃത്യമായിട്ട് വിലയിരുത്തുക, അവരുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും പാളിച്ചകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അവരെ നോട്ടിഫൈ ചെയ്ത് അവർ കറക്റ്റ് ട്രാക്കിലൊക്കെ കൊണ്ടുപോവുക, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുക. കാര്യം ഹീസ് എ ബിസിനസ് ലീഡർ അല്ലെ, ബിസിനസ് ലീഡറാണ് ആര്? അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ് മൂന്നാമത്തെ പോയിന്റ്? ഓർഗനൈസിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് ആൻഡ് കോർഡിനേറ്റിംഗ് സർവീസസ് ആസ് ഡയറക്റ്റഡ് ബൈ ദ ഹോസ്പിറ്റൽ ബോർഡ്. അതായത് നമ്മുടെ ഹോസ്പിറ്റൽ ബോർഡ് നിർദ്ദേശിക്കുന്ന രീതിയിൽ കൃത്യമായിട്ട് സേവനങ്ങൾ ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. നമ്മളെ പോസ്റ്റ് കോർപ്പിൽ പറഞ്ഞില്ലേ, അതേ കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ ബോർഡുകാർ നിർദ്ദേശിക്കും. അതായത് ഗവേണിംഗ് ബോഡീസ് ഒക്കെ അവര് കുറെ നിർദ്ദേശങ്ങൾ തരും. ആ നിർദ്ദേശങ്ങൾ പ്രകാരം കൃത്യമായിട്ട് അവിടുത്തെ സേവനങ്ങളെ ഓർഗനൈസ് ചെയ്ത്, പ്ലാൻ ചെയ്ത്, ഡയറക്റ്റ് ചെയ്ത്, കൺട്രോൾ ചെയ്ത്, കോർഡിനേറ്റ് ചെയ്തൊക്കെ കൊണ്ടുപോകേണ്ടത് ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ. അടുത്ത പോയിന്റ് എന്താണ്? സൂപ്പർവൈസിംഗ് ദ ക്രിയേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് ഫോർ ദ പേഷ്യന്റ് സർവീസസ്
ക്വാളിറ്റി അഷ്വറൻസ്, പബ്ലിക് റിലേഷൻസ് ഔട്ട്റീച്ച് ആൻഡ് ഡിപ്പാർട്ട്മെന്റൽ ആക്ടിവിറ്റീസ്. എന്താണ് പറയുന്നത്? പേഷ്യൻസിന് കൊടുക്കുന്ന സേവനങ്ങൾ അല്ലെ. സേവനം എന്ന് പറയുന്നത് അതിൽ എങ്ങനെ കൊടുക്കണം? ക്വാളിറ്റി അഷ്വറൻസ് അല്ലെ, നല്ല ക്വാളിറ്റി ഉറപ്പാക്കിക്കൊണ്ട് വേണം നമ്മൾ അവർക്ക് സേവനങ്ങൾ കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ പബ്ലിക് റിലേഷൻസ് ഔട്ട്റീച്ച്, പബ്ലിക്കുമായിട്ട് നമ്മൾ ഈ 2 ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ്. ക്വാളിറ്റി അഷ്വറൻസ് നമ്മൾ പഠിച്ച് പബ്ലിക് റിലേഷൻസ് ഒക്കെ പഠിച്ചതാണ്. അപ്പൊ ഈ പബ്ലിക് റിലേഷൻ ഔട്ട്റീച്ച്, കാരണം ആ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ നിലനിർത്തണമെങ്കിൽ പബ്ലിക്കുമായിട്ട് എന്ത് വേണം? നല്ലൊരു റിലേഷൻ ഉണ്ടായിരിക്കണം അല്ലെ. അവിടേക്ക് നല്ല നല്ല കാര്യങ്ങൾ ഔട്ട്റീച്ച് ചെയ്യണം, സ്പ്രെഡ് ചെയ്യിക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഡിപ്പാർട്ട്മെന്റൽ ആക്ടിവിറ്റീസ്, ആ ഒരു ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം തന്നെ എന്നിവയ്ക്കായിട്ടുള്ള പോളിസികളും പ്രോഗ്രാമുകളും ഒക്കെ കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്ത് നടപ്പിലാക്കുക എന്നുള്ളത് ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, മനസ്സിലായല്ലോ? സൂപ്പർവൈസിങ് ദ ക്രിയേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ, ക്രിയേറ്റ് കൂടെ ചെയ്യണം കേട്ടോ. അവിടെ അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള പ്രോഗ്രാമുകളൊക്കെ നല്ല നല്ല ആശയങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, അത് ഇംപ്ലിമെന്റ് ചെയ്യണം. അതിനെല്ലാത്തിനും ഒരു മേൽനോട്ടം വഹിക്കുകയും വേണം. ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അടുത്തത് എന്താണ്? അഡ്വാൻസിങ് ആൻഡ് എക്സ്പാൻഡിങ് പ്രോഗ്രാംസ് ആൻഡ് സർവീസസ് ഫോർ ദ സയന്റിഫിക് റിസർച്ച് ആൻഡ് പ്രിവെന്റീവ് മെഡിസിൻ, ബ്രാക്കറ്റില് റിസർച്ച് ഹോസ്പിറ്റൽസ്, അതന്നെ അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടിയാണ്. അതായത് ഇപ്പൊ നമ്മള് സയന്റിഫിക് റിസർച്ച് ആൻഡ് പ്രിവെന്റീവ് മെഡിസിൻ, ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണങ്ങള്, അതുപോലെ തന്നെ എന്താണ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ? പ്രിവെന്റീവ് മെഡിസിൻസ് കേട്ടോ, അതായത് പ്രതിരോധ പരമായിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ, അതിനൊക്കെ ആയിട്ടുള്ള പ്രോഗ്രാംസ്, അത്തരം സേവനങ്ങൾക്കായിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ എന്ത് ചെയ്യണം? അഡ്വാൻസ് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെയുള്ള പ്രോഗ്രാംസുകളൊക്കെ കൊണ്ടുവരണം. ഇപ്പൊ സയന്റിഫിക് റിസർച്ച് എന്ന് പറയുന്നത് അറിയാലോ, ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണമാണ്. അപ്പൊ അത്തരം ഗവേഷണങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കണം. അപ്പൊ നമുക്ക് മറ്റു പല ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു ഗവൺമെന്റ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൈവറ്റ് ഫണ്ടഡ് ആയിട്ടുള്ള വല്ല കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ആയിട്ട് നമുക്ക് സഹകരിക്കേണ്ടതായിട്ട് വരും. റിസർച്ച് ഒക്കെ നമ്മൾക്ക് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ, കാര്യം റിസർച്ച് ഒക്കെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? റിസർച്ച് ഫെലോഷിപ്സ് ഒക്കെ കൊടുക്കണമല്ലോ, റിസർച്ച് ഗ്രാന്റുകളൊക്കെ കൊടുക്കണം. അപ്പൊ ഗ്രാന്റുകളൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഗവൺമെന്റ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ആയിട്ട് നമുക്ക് കോപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, സഹകരിക്കേണ്ടതായിട്ട് വരും. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? നല്ലൊരു സയന്റിഫിക് റിസർച്ചിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ പ്രിവെന്റീവ് മെഡിസിൻ അല്ലെ, നമുക്ക് അസുഖങ്ങളൊന്നും വരാതെ രോഗങ്ങൾ തടയുന്നതിന് ആവശ്യമായിട്ടുള്ള ഇപ്പൊ പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൊടുക്കുക. കുത്തിവയ്പ്പ് നിങ്ങൾ പോയി കൊടുക്കണമെന്നല്ല, അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പൊ പ്രതിരോധ കുത്തിവയ്പ്പുകൾ, അതുപോലെ നമുക്ക് വ്യായാമ ഉപദേശം കൊടുക്കുക, പോഷകാഹാര ഉപദേശങ്ങൾ കൊടുക്കുക, അങ്ങനെയുള്ള ചില പ്രോഗ്രാംസുകളൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അതൊക്കെ നല്ല രീതിയിൽ വിപുലീകരിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ നമ്മള് സാധാരണ ഇപ്പൊ നമുക്ക് വാക്സിനേഷൻസ് ഒക്കെ സൗജന്യമായിട്ട് ഹെൽത്ത് സെന്റർ വഴിയായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും പലരും അത് യൂട്ടിലൈസ് ചെയ്യാറില്ല. അപ്പൊ അതിനുശേഷം നമ്മുടെ ഗവൺമെന്റ് ഒരു പദ്ധതി ഇറക്കി, നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, മിഷൻ ഇന്ദ്രധനുഷ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പദ്ധതി കൊണ്ടുവന്നിരുന്നു. അപ്പൊ ഈ ഇടയിലൊക്കെ ഇങ്ങനെ വാക്സിനേഷൻ ഒക്കെ എടുക്കാതെ പോയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നത്. ചിലർക്ക് എടുക്കാൻ പറ്റാത്തതിന്റെ പേരിൽ അയ്യോ അത് മിസ്സായി പോയി എന്ന് വന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് മിഷൻ ഇന്ദ്രധനുഷ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പദ്ധതി ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, ഇതുമായിട്ട് പ്രിവെന്റീവ് മെഡിസിൻസ്, അങ്ങനെ സൗകര്യങ്ങളില്ലാത്തവർക്ക് അത്തരത്തിലുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൊടുക്കാൻ എന്തെങ്കിലും പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ വരുമ്പോ പല ആൾക്കാർക്ക് അവിടെ വന്ന് എടുക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും. അത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുക. ഇതൊക്കെ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പൊ നിങ്ങളെന്ന് പറഞ്ഞ് ഗവേണിംഗ് ബോഡീസും മറ്റ് മെഡിക്കൽ സ്റ്റാഫുകളും ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സും ഒക്കെ ആയിട്ട് സമ്പർക്കം പുലർത്തുന്ന വ്യക്തികളാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർമാര്, ചിലപ്പോൾ നിങ്ങൾക്ക് നഴ്സുമാര്, ഡോക്ടർമാരെയൊക്കെ റിക്രൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ബോർഡ്, ഇപ്പൊ നിങ്ങൾ കയറി ചെല്ലുന്ന സമയത്ത് ഒരു പക്ഷേ ട്രെയിനി ആയിട്ടായിരിക്കും നിങ്ങൾ കയറുന്നുണ്ടാവുക. നിങ്ങളുടെ ക്വാളിഫിക്കേഷനും അതുപോലെ നിങ്ങളുടെ സ്കില്ലിനൊക്കെ അനുസരിച്ച് പ്രൊമോഷൻ കിട്ടിയാണ് നിങ്ങൾ ചിലപ്പോൾ ഉന്നത പൊസിഷനിലേക്ക് എത്തും. ചിലപ്പോൾ ഭാവിയിൽ CEO ആയേക്കാം, അല്ലെങ്കിൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറോ അല്ലെങ്കിൽ ചീഫ് ഫിനാൻസ് ഓഫീസറോ ഒക്കെ ആയേക്കാം. നിങ്ങളുടെ സ്കില്ലിനും യോഗ്യതയ്ക്ക് അനുസരിച്ചൊക്കെ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടാണ് നിങ്ങൾ ആ ഒരു പൊസിഷനിലോട്ട് എത്തുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷെ ട്രെയിനി ആയിട്ടായിരിക്കാം. ആ സമയത്ത് അവിടുത്തെ ഗവേണിംഗ് ഹോസ്പിറ്റൽ ബോർഡുകാരുടെ നിർദ്ദേശപ്രകാരം അതിനനുസരിച്ച് സേവനങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്ത് നിങ്ങൾ പോകണം.
അങ്ങനെയൊക്കെയുള്ള ഡ്യൂട്ടീസ് ആണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ആ ഡ്യൂട്ടീസ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. താഴെ തന്നിരിക്കുന്നവയില് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയിൽ ഉൾപ്പെടുന്നത് ഏത്, അങ്ങനെ ഉൾപ്പെടാത്തത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം കേട്ടോ. ഇത് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേ. ഇനി നോക്കുക കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് have to stay current on any laws and regulations that affect the healthcare or hospital industry as well as the medical and technological progress. ആസ് ബിസിനസ് ലീഡേഴ്സ്, അതായത് അടുത്ത സെന്റൻസ് ആണ്. അതായത് ഇത് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരുണ്ടല്ലോ, അത് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി, അതുപോലെ ഹെൽത്ത് കെയർ കാര്യങ്ങള്, ആരോഗ്യ സംരക്ഷണം, ഇങ്ങനെ ആശുപത്രി വ്യവസായം, നമ്മൾ ഈ പറയുന്ന മെഡിക്കൽ ടെക്നോളജിക്കൽ പുരോഗതിയെ സംബന്ധിക്കുന്ന അതിനെയൊക്കെ സ്വാധീനിക്കുന്ന ലോസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. അതായത് നിയമങ്ങള്, മറ്റു പല ചട്ടങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റർമാർ. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. എങ്കിൽ കൂടിയും എന്താണ്, ആ ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ചില ലോസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്, നിയമങ്ങള്, ചട്ടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കണം. അതറിയാതെ നമ്മൾ അവിടെ പോയി വർക്ക് ചെയ്യാനായിട്ട് പാടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റ് റൂളുണ്ട്, സ്റ്റേറ്റ് റൂളുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ആശുപത്രി പ്രവർത്തിക്കുമ്പോൾ അത് നിങ്ങളുടെ നിയമപരമായിട്ടുള്ള ഒരു ബാധ്യതയാണ്. ഓക്കെ, അങ്ങനെയൊന്നും നമ്മൾ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും പാലിച്ചില്ല. റൂൾസ് റെഗുലേഷൻസ് എന്നല്ല, ശരിക്കും ലോകളാണ്, നിയമങ്ങളാണ്. ഇപ്പൊ പേഷ്യന്റിന്റെ ബിൽ ഓഫ് റൈറ്റ്സ്, അങ്ങനെ കുറെ അവകാശങ്ങളുണ്ട്. അതുപോലെ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചില ലോകളുണ്ട്. നമ്മൾ എത്തിക്സ് ആൻഡ് ലീഗൽ ഇഷ്യൂസിൽ പഠിച്ചില്ല, കുറെ ലോകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് നല്ല അറിവുണ്ടായിരിക്കണം. അങ്ങനെ അറിയാണ്ട് നമ്മൾ പോയി പ്രവർത്തിച്ചു കഴിഞ്ഞാല് എന്തെങ്കിലും കാരണവശാൽ നമ്മളുടെ പ്രവർത്തനത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ, പാളിച്ചകൾ വന്നു കഴിഞ്ഞാല് ചിലപ്പോ ഫൈൻ അടക്കേണ്ടിയൊക്കെ വന്നേക്കാം. മനസ്സിലായോ? അതുപോലെ ഹോസ്പിറ്റലിൽ ചിലപ്പോ ലൈസൻസ് വരെ ചിലപ്പോൾ കട്ടായി പോകും, ഹോസ്പിറ്റൽ ലൈസൻസ് വരെ പോകുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ലോകളും നിയമങ്ങളും ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് വളരെ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് നമ്മൾ എത്തിക്സ് ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്നൊക്കെ പറയുന്ന ചാപ്റ്റർ തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അതൊക്കെ അറിഞ്ഞിട്ട് വേണം അവിടെ പോവാനും പ്രവർത്തിക്കാനും. ഇനി നോക്കുക, ആസ് എ ബിസിനസ് ലീഡേഴ്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് മസ്റ്റ് ഓവർസീ. അത് ക്വസ്റ്റ്യനുള്ള ഒരു ഇതാണ് കേട്ടോ. ഒരു ബിസിനസ് ലീഡർ എന്നുള്ള രീതിയിൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് സൂപ്പർവൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് തന്നെ പഠിക്കുന്നുണ്ടാവും. ഇത് തന്നെയല്ലേ കുറച്ച് നേരത്തെ പറഞ്ഞതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് നിങ്ങൾ പഠിക്കാം കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾ സൂപ്പർവൈസ് ചെയ്യേണ്ടത്? ഒന്ന്, ലോങ് ടേം പ്ലാനിങ് കേട്ടോ, ദീർഘകാല ആസൂത്രണം. അതായത് നമ്മളുടെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ല അല്ലെ. കുറെ കാലത്തെ ആസൂത്രണം കൊണ്ട് മാത്രമേ നമുക്ക് ചില ലക്ഷ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ലോങ് ടേം പ്ലാനിങ്, ദീർഘകാലത്തെ ആസൂത്രണത്തിൽ ഒരു സൂപ്പർവൈസിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, പ്ലാനിങ് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്, ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് എന്താണ് ഓക്കെ, എനിക്ക് മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചത്. സുഷ പറഞ്ഞത് തീരുമാനങ്ങൾ എന്നുള്ളത് ഞാൻ കണ്ടു, ആദ്യത്തെ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ നോക്കാം. അടുത്ത എന്താണ്, ഇപ്പൊ ലോങ് ടേം പ്ലാനിങ്. രണ്ടാമത്തെ എന്താണ്, ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ബഡ്ജറ്റ്സ്. അതായത് ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തന ലക്ഷ്യങ്ങള്, ബഡ്ജറ്റ്സ്, ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്തരം ബഡ്ജറ്റുകളൊക്കെ എന്ത് ചെയ്യണം, സൂപ്പർവൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അത്തരം പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് സൂപ്പർവൈസ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെന്താണ്, ദ സിസ്റ്റമാറ്റിക് ഡെലിവറി ഓഫ് മെഡിക്കൽ സർവീസസ്. അതായത് മെഡിക്കൽ സേവനങ്ങൾ വളരെ ചിട്ടയായിട്ട് തന്നെ, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പേഷ്യൻസിന് കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ മേൽനോട്ടം വഹിക്കേണ്ടതായിട്ട് വരും. പിന്നെന്താണ്, ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്. ഫിനാൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മുടെ ഈ പറയുന്ന വരുമാന റിപ്പോർട്ടുകൾ, അതില് ഈ പറയുന്ന പോലെ ചെലവ് റിപ്പോർട്ടുകൾ, വരുമാന റിപ്പോർട്ടുകൾ, അങ്ങനെ ഒരുപാട് റിപ്പോർട്ടുകൾ എന്ന് വെച്ചാൽ ഫിനാൻഷ്യലുമായിട്ട്, സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട്സുകളിലൊക്കെ നിങ്ങൾ മേൽനോട്ടം വഹിക്കേണ്ടതായിട്ട് വരും. പിന്നെന്താണ്, ഹോസ്പിറ്റൽ പോളിസി ചേഞ്ചസ് കേട്ടോ. ഹോസ്പിറ്റലിന്റെ പോളിസി മാറ്റങ്ങളിലൊക്കെ നിങ്ങൾക്ക് മേൽനോട്ടം വഹിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് അതന്നെ റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഒക്കെ അത്തരം കാര്യങ്ങളിലൊക്കെ മേൽനോട്ടം വഹിക്കേണ്ടതായിട്ട് വരും. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞല്ലോ. അത് തന്നെയാണ് ഈ ബഡ്ജറ്റും ഫിനാൻഷ്യൽ റിപ്പോർട്ടും എന്നൊക്കെ പറഞ്ഞ് പ്രത്യേക പോയിന്റ് ആയിട്ട് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, ഇനി നോക്കാം, their strong interpersonal skills are needed when overseeing and mentoring staff, interacting with the community and cooperating with the governing bodies.
അതായത് ഇന്റർപേഴ്സണൽ സ്കിൽസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനുള്ള കഴിവ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് എന്തെന്നത്? ഹ്യൂമൻ സ്കിൽസ്. ഇത് പഠിച്ചില്ലേ നേരത്തെ? ഹ്യൂമൻ സ്കിൽസ്. അത് തന്നെയാണ് ഇവിടെ എന്ത് ഉദ്ദേശിക്കുന്നത്? ഇന്റർപേഴ്സണൽ സ്കിൽസ് അത്യാവശ്യമാണ്. കാര്യം എന്താന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിറ്റിയുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുന്ന മറ്റ് സ്റ്റാഫുകളെ മെന്റർ ചെയ്യാനായിട്ട്, അല്ലെ, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനും അവരെ മേൽനോട്ട് നയിക്കുന്നതിനുമായിട്ട്, അതുപോലെ മറ്റ് ഗവേണിംഗ് ബോഡീസ് ആയിട്ടൊക്കെ സഹകരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇന്റർപേഴ്സണൽ സ്കിൽസ് ഉണ്ടായിരിക്കും. അത് തന്നെയാണ് സ്കിൽസ് നീഡഡ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ കൊടുത്തേക്കുന്നത്. ഹ്യൂമൻ സ്കിൽസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. ഓക്കെ, ഇനി നോക്കാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ജോബ്സ്. കേട്ടോ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ജോബുകൾ എവിടെയൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ജോബുകൾ ലഭിക്കാം? എന്തൊക്കെ ജോബുകളാണ് ഉണ്ടാവുന്നത് നോക്കാം കേട്ടോ. ഇൻ ബിസൈഡ്സ് ടു ഹോസ്പിറ്റൽസ് വിച്ച് മേ റേഞ്ച് ഫ്രം സ്മോൾ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽസ് ടു മാസീവ് മൾട്ടി ഹോസ്പിറ്റൽ സിസ്റ്റംസ്, ദീസ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് മേ ആൾസോ വർക്ക് ഫോർ. എന്താണ് പറയുന്നത്? സാധാരണ ഒരു സ്മോൾ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സ്മോൾ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലിൽ തൊട്ട് ഏറ്റവും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് പുറമെ നിങ്ങൾക്ക് മറ്റു പല സാഹചര്യങ്ങളും വർക്ക് ചെയ്യാമെന്നാണ് പറയുന്നത് കേട്ടോ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് മേ ആൾസോ വർക്ക് ഫോർ. ഇതിനൊക്കെ വേണ്ടി അവർ വർക്ക് ചെയ്യാറുണ്ട്. നമ്മളിപ്പോ ഇവിടെ പറഞ്ഞല്ലോ, ബഡ്ജറ്റ് തയ്യാറാക്കണം, മറ്റുള്ള ജീവനക്കാരെ ഹയർ ചെയ്യണം, തെരഞ്ഞെടുക്കണം, അവരെ ഓവർസീ ചെയ്യണം, മേൽനോട്ട് വഹിക്കണം, അങ്ങനെയൊക്കെ കുറെ ഡ്യൂട്ടീസ് പറഞ്ഞു. അത് മാത്രമല്ല, അതല്ലാത്ത ജോലികളും പ്രവർത്തനങ്ങളും അവർക്ക് ചെയ്യാമെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ഒന്ന് പറയുന്നത് റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ് ആണ്. റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുനരധിവാസ സൗകര്യങ്ങൾ, അല്ലെ. ഇപ്പൊ വളരെ ഗുരുതരമായിട്ട് പരിക്ക് പറ്റിയിട്ടുള്ള ആളുകളാവാം, അസുഖം വന്നിട്ടുള്ള ആളുകളാവാം. അപ്പൊ അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഓക്കെ, റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസിൽ അവർക്ക് വർക്ക് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഫിസിയോതെറാപ്പി കൊടുക്കുകയാണെങ്കിൽ ഒക്യുപേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഇതൊക്കെ എന്താണ്? ഒരു റീഹാബിലിറ്റേഷൻ സൗകര്യങ്ങളാണ്, അല്ലെ, റീഹാബിലിറ്റേഷൻ സേവനങ്ങളാണ്. അപ്പൊ അത്തരം ഫെസിലിറ്റീസ് ഒക്കെ ഒരുക്കി കൊടുക്കുന്ന സംവിധാനം. ഓക്കെ, അതിലൊക്കെ വർക്ക് ചെയ്യാമെന്നാണ് പറയുന്നത് കേട്ടോ, റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ്. പിന്നെ എന്താണ്? ആംബുലേറ്ററി കെയർ സെന്റേഴ്സ്. എന്താണ് ആംബുലേറ്ററി കെയർ സെന്റേഴ്സ്? എന്താണ് ആംബുലേറ്ററി കെയർ സെന്റർ? ആംബുലൻസ്. ഓക്കെ, ആംബുലൻസ് എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ ഇവിടെ പറയുന്നത്. ആംബുലേറ്ററി കെയർ സെന്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അതായത് ഒരു ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തില് രോഗികൾക്ക് എന്താണ് വൈദ്യപരിചരണം കൊടുക്കുന്ന സംവിധാനമാണ് ആംബുലേറ്ററി കെയർ സെന്റർ എന്ന് പറഞ്ഞത്. പറഞ്ഞ മനസ്സിലായോ? അതായത് ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തില് രോഗികൾക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സംവിധാനങ്ങളെയാണ് നമ്മൾ ആംബുലേറ്ററി കെയർ സെന്റർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞ ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിൽ എന്ന് പറയുമ്പോൾ അത്തരം രോഗികൾക്ക് രാത്രി താമസം ആവശ്യമായിട്ട് വരില്ല. ഇത്തരം സെന്ററുകളിൽ പോയ രോഗികൾക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരില്ല? രാത്രി സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വരില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനം എന്ന് ഞാൻ പറഞ്ഞത്. അവർക്ക് അഡ്മിറ്റ് ആവണ്ടാണ്, രാവിലെ പോയി ട്രീറ്റ്മെന്റ് എടുത്ത് വൈകുന്നേരം പോരാണ്. ആ രീതിയിലുള്ള സൗകര്യങ്ങളുള്ള സംവിധാനം. ഓക്കെ, അതിനെയാണ് നമ്മൾ ആംബുലേറ്ററി കെയർ സെന്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തില് അറിയാത്തവരൊന്ന് നോട്ട് ചെയ്ത് വെക്കാട്ടെ. എന്താണ് ആംബുലേറ്ററി കെയർ സെന്റർ എന്ന് പറഞ്ഞാല് ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തില് രോഗികൾക്ക് വൈദ്യസഹായം നൽകുന്ന സംവിധാനത്തിനെയാണ് നമ്മൾ ആംബുലേറ്ററി കെയർ സെന്റർ എന്ന് പറയുന്നത്. അത്തരം സെന്ററുകളില് രോഗികൾക്ക് രാത്രി എന്ത് ചെയ്യേണ്ടതായിട്ട് വരില്ല? രാത്രി താമസം ആവശ്യമായിട്ട് വരികയാണ്. പക്ഷെ ഇങ്ങനെയുള്ള കെയർ സെന്ററിൽ ഒരുപാട് സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. കൺസൾട്ടേഷൻ കൊടുക്കാം, അതുപോലെ മൈനർ സർജറികൾ ചെയ്യാം. മൈനർ സർജറി ഒക്കെ ആവുമ്പോൾ രാവിലെ പോയിട്ട് വേണമെങ്കിൽ നമുക്കത് ചെയ്ത് കുറച്ചു നേരം കഴിഞ്ഞ് ഒരു വൈകുന്നേരം ആവുമ്പോഴേക്കും നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് വരാം. അഡ്മിറ്റ് ആവേണ്ട സാഹചര്യം അവിടെ വരുന്നില്ല. ഓക്കെ, ഇപ്പൊ കൺസൾട്ടേഷൻ, മൈനർ സർജറികൾ ചെയ്യാം, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ ചെയ്യാം. അങ്ങനെയുള്ള സേവനങ്ങളൊക്കെ വാഗ്ദാനം ചെയ്യുന്ന ഒരു സെന്ററാണ് ആംബുലേറ്ററി കെയർ സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് എന്താണ്? ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ്. ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ രണ്ടോ അതിലധികമോ ഡോക്ടർമാരൊക്കെ ചേർന്നിട്ട് അവര് എന്താ പറയുക, ഒരു സംഘടിത രീതിയിൽ പേഷ്യൻസിന് സേവനം കൊടുക്കുന്ന സംവിധാനമാണ് ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ ചില പ്രത്യേകിച്ച് ഡെന്റിസ്റ്റ് ഒക്കെ ഉണ്ട്, ഡെന്റൽ ക്ലിനിക്കിലൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. ചില ഇത് പഠിച്ചിട്ടുള്ള ഡോക്ടർമാർ, 2-3 ഡോക്ടർമാരൊക്കെ ഉണ്ടാവും. അവരെല്ലാവരും കൂടി ചേർന്ന് സംഘടിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യൻസിനായിട്ട് സേവനം കൊടുക്കും.
അത് ചിലപ്പോ മറ്റേ വൈകുന്നേരങ്ങളില് അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ അവര് രണ്ടോ അതിലധികമോ ഡോക്ടർമാര് സംഘടിതമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ച് രോഗികൾക്ക് സേവനം കൊടുക്കുന്ന സംവിധാനത്തിനെയാണ് നമ്മൾ ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ് എന്ന് പറയുന്നത്. ഗ്രൂപ്പായിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ അത്തരം എന്താ പറയുക സെന്ററുകളിലൊക്കെ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് വർക്ക് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ് ഹോസ്പൈസസ് കേട്ടോ, അത് പറഞ്ഞിട്ട് നിർത്താട്ടോ നമുക്ക്. ഹോസ്പൈസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പൈസസ് നിങ്ങൾ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുമ്പോൾ ഫസ്റ്റ് കോഴ്സിൽ ജോയിൻ ചെയ്തപ്പോൾ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചില്ലേ? ഹോസ്പിറ്റൽ എന്ന് പറയുന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്തത് ഹോസ്പൈസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഹോസ്പൈസസും ഹോസ്പിറ്റലും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഹോസ്പൈസസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ എന്താ പറയാ രോഗികളുടെ അവസാന ഘട്ടമില്ലേ, അതായത് നമ്മള് എന്താ പറയാ ഭയങ്കരമായിട്ട് അസുഖം വന്ന് മരണാസന്നരായിട്ടിരിക്കുന്ന രോഗികളില്ലേ, അവർക്ക് പിന്തുണ കൊടുക്കുന്ന സംവിധാനമുണ്ട് കേട്ടോ. അങ്ങനെയുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ ഹോസ്പൈസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ആശുപത്രി എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, അത് ഒക്കെ ഒരുപോലെയാണ്. പക്ഷെ ഹോസ്പൈസസ് ഉദ്ദേശിക്കുന്നത് ഈ രോഗികളുടെ അവസാന ഘട്ടത്തിൽ അവർക്ക് പിന്തുണ നൽകുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സേവനങ്ങൾ കൊടുക്കുന്ന ഒരു ആരോഗ്യ സംവിധാനമാണ് ഹോസ്പൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർക്ക് പിന്തുണ കൊടുക്കാന്ന് വെച്ചാൽ അവർക്ക് ഇനി എന്ത് പിന്തുണ കൊടുക്കാനുള്ളൂ? മാനസികമായിട്ടുള്ള പിന്തുണ കൊടുക്കുക അല്ലെ. അതുപോലെ ശാരീരികമായിട്ടുള്ള പിന്തുണ, അതെ, പാലിയേറ്റീവ് കെയർ പോലെ ശാരീരിക പിന്തുണ കൊടുക്കുക, സാമൂഹികമായിട്ടുള്ള പിന്തുണ കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സെന്റർ ആണ് ഹോസ്പൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? പിന്നെ ഇത്രയും മതി നമുക്ക്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താ? വലിയ കാര്യമായിട്ടൊന്നും നമ്മൾ പഠിച്ചില്ല. അഡ്മിനിസ്ട്രേറ്റീവ് റോളുകൾ പഠിച്ചു. 3 റോളുണ്ട്: ഇന്റർപേഴ്സണൽ, ഇൻഫർമേഷൻ, ഡിസിഷൻ റോൾ കേട്ടോ. പിന്നെ എന്തൊക്കെ സ്കില്ലുകളാണ്? അപ്പൊ ടെക്നിക്കൽ സ്കില്ല് വേണം, ഹ്യൂമൻ സ്കിൽസ് വേണം, കൺസെപ്റ്റീവ് സ്കില്ലുകൾ വേണം. പിന്നെ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റർമാരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കുറച്ച് പോയിന്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് വിശദങ്ങളുണ്ടാവും. അപ്പോ നമുക്കിനി മൺഡേ കാണാം കേട്ടോ. ഓക്കെ, അയ്യോ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? ഞാൻ ചോദിച്ചില്ല. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് ഇന്നത്തെ ക്ലാസ്സില്? ഇല്ല. ഓക്കെ, അതങ്ങനെ അവസാനിപ്പിക്കാം കേട്ടോ. ശരി എന്നാ. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am.